കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മക്കളെ, സാർവലൗകികമായി ശരിയായ ക്രിസ്തീയ വിശ്വാസികൾ എക്കാലവും ഒരു ന്യൂനപക്ഷം ആയിരുന്നു. ഇപ്പോഴും അതിൽ വിഭിന്നതയൊന്നുമില്ല, അങ്ങനെ തന്നെ ആകും. പക്ഷെ ഞാനൊരു സെന്റൻസ്, ഒരു കൊട്ടേഷൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു. One with God is a majority. ദൈവത്തോടൊപ്പമാകുമ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വച്ചാലും വലിയ ഭൂരിപക്ഷമാക്കണം. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ക്രിസ്ത്യാനികളുടെയും അനുഭവമാണ്. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. മനസ്സിലായില്ലേ? അത് ഞാനും നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുനിമിഷം. ഓരോ ദിവസങ്ങളിലോ ഓരോ സംഭവങ്ങളില് നാം ഒറ്റപ്പെട്ടു പോയ സമയങ്ങളില് കർത്താവ് കൂടെ നിന്ന് നമുക്ക് നല്ല ശക്തി തന്നത് നമുക്ക് അറിയാം. യോശുവയുടെ പുസ്തകത്തില് 23:10, യോശുവയുടെ പുസ്തകത്തിൽ 23:10 ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ യഹോവ കർത്താവ് യോശുവയുടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. ഇതെല്ലാം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഏത് ജീവിത അനുഭവങ്ങളിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ആ ഡിവോഷനിലെ വാക്യം അടിസ്ഥാനമായിട്ട് സങ്കീർത്തനം 23 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 1-ാമത്തെ വാക്യം എന്തുവാ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകരുത്. അത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. നമുക്ക് വിജയം തരും, നമുക്ക് വേണ്ടി എല്ലാ നന്മകളും തരുന്നു. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ആ ബന്ധം, ആന്തരികമായ ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസം, ക്രിസ്തു കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. വിത്ത് ഗോഡ് one person can be a majority എന്നുള്ളത് ബൈബിളിലെ, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാം പിതാവ് തൻ്റെ അനന്തരവനെ ഒരു കൂട്ടം രാജ്യങ്ങൾ, അതായത് ആ ഇപ്പോഴും ഡെഡ് സി ആയിട്ടുള്ള ചാവ് കടലിന്റെ സ്ഥാനത്ത് ഒരു 4 രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ആ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി ലോകത്തിനെയും കുടുംബത്തെയും അവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് അടിമകളായിട്ട് കൊണ്ടുപോകുക. എന്ത് ചെയ്തു? അബ്രഹാം പിതാവ് ഒറ്റയ്ക്ക് തൻ്റെ വീട്ടിൽ വളർന്നു വന്ന ദാസന്മാർ 318 പേരെയും കൊണ്ട് കടന്നുപോയി. അവിടെ വലിയ യുദ്ധമോ വലിയ രക്തച്ചൊരിച്ചിലോ ഒക്കെ ഉണ്ടാക്കിയതായിട്ടൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവരെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നു. അവിടെ അബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസം, അപ്പൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് താൻ ഇറങ്ങി പുറപ്പെട്ടത്. അതിൽ വിജയിക്കുകയും ചെയ്തു. തനിക്കൊരു കൂട്ടായ്മ, ചെറിയൊരു കൂട്ടായ്മ, 318 പേരുടെ വലിയ വലിയ അഡ്രസ്സുകളൊന്നും ഇല്ലാത്ത ഈ അടിമകളായിട്ടുള്ള വലിയ കായിക അഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ഒരു കൂട്ടായ്മ ബന്ധം അബ്രഹാം പിതാവിന് ഉണ്ടായിരുന്നതാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വീട്ടില് നമുക്കും നല്ലൊരു കൂട്ടായ്മ ബന്ധം വളരെ ആവശ്യമാണ്. പ്രാർത്ഥനാ യോഗങ്ങളും പ്രാർത്ഥനാ കൂട്ടങ്ങളും എപ്പോഴും നമുക്ക് ബലമാണ്. നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കർത്താവിനോട് ചോദിച്ച് കർത്താവിന്റെ നേതൃത്വം മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ വളരെ അത്യാവശ്യമാണ്. ചെറിയ കൂട്ടായ്മ, ബൈബിളിൽ ആകെ പറയും ചെറിയ ആട്ടുകൂട്ടം, അല്ലേ? ചെറിയ ആട്ടുകൂട്ടം, ചെറിയ ഗ്രൂപ്പുകൾ, ഇതൊക്കെയാണ് കർത്താവ് പറഞ്ഞത്.
തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഉദ്ദേശിക്കുന്ന റെമനന്റ്, ശേഷിപ്പ്, ഇതെല്ലാം ചെറിയ കൂട്ടതയാണ് കാണിക്കുന്നത്. ശേഷിപ്പ്, തിരഞ്ഞെടുപ്പ്, ചെറിയ ആട്ടുംകൂട്ടം, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അബ്രഹാമിന് അത് ഉണ്ടായിരുന്നു, അവർ വിജയിച്ചു. ഡേവിഡ് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി, അവിടെ ഒരു കൂട്ടവും ഇല്ലായിരുന്നു, സ്വന്തം സഹോദരൻ പോലും ഇല്ല, സഹോദരന്മാർ കൂടെ താൻ ഒറ്റയ്ക്ക് ആകെ കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. മറ്റവൻ സ്വന്തം അഹങ്കാരത്തില്, സ്വന്തം ശക്തിയില്, സ്വന്തം മാംസം, സ്വന്തം ബലം, സ്വന്തം ആയുധം, ഇതിന്റെയൊക്കെ ബലത്തിലാവാണ്. എന്നാല് വെറും ഒരു തെറ്റാടി ഉപയോഗിച്ച്, അതിലൊരു നല്ല ഉരുണ്ട കല്ല് ഉപയോഗിച്ച് കർത്താവിന്റെ നാമത്തിൽ അത് പ്രയോഗിച്ചപ്പോഴാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ മക്കളെ, സങ്കീർത്തനം 23:1 വളരെ അക്ഷരീയമായി നമ്മുടെ ജീവിത അനുഭവമാകുകയാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും നാം വിജയിക്കും. കർത്താവ് എനിക്ക് ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും. നമുക്ക് വിജയം വരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ട്രയൽസും, എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിയും. ഒന്നിലും നമുക്ക് ലാപ്സ് ആവുകയില്ല, ഒരു പ്രശ്നം വരുന്നില്ല. അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയും. അത് നമ്മൾ വിശ്വസിക്കണം. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ആഴത്തിലുള്ള ബന്ധം, എപ്പോഴും കർത്താവിനോട് ചേർന്ന് നടക്കുന്ന അനുഭവം, ഇങ്ങനെയുള്ള ഭക്തന്മാരായ ദൈവമക്കൾ നിശ്ചയമായിട്ട് അത് ജീവിക്കും. എല്ലാ വിശ്വാസികളും അപ്രകാരമാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ന്യൂനപക്ഷമാണ് ലോകത്തിന്റെ കണ്ണിന്. പക്ഷേങ്കിൽ കർത്താവ് കൂടെ, അത് സത്യവുമാണ്. പക്ഷെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ 1000 പേർക്ക് സമരായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.